മധ്യപ്രദേശിൽ നിന്ന് വിപ്ലവകരമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിപ്ലവകരമെന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ വിപ്ലവകരം എന്ന് കാണേണ്ട ഒരു വാർത്തയല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങളനുസരിച്ച് ഇന്നത്തെ സ്ഥിതിയിൽ വിപ്ലവകരമായൊരു വാർത്തയാണ്. വാർത്ത മറ്റൊന്നുമല്ല, മധ്യപ്രദേശിൽ ഭാരതത്തിൽ ആദ്യമായി വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിച്ചിരിക്കുന്നു മധ്യപ്രദേശ് സർക്കാർ. ഇൻഡോറിൽ നിന്നുള്ള മനോജ് മാൽപാനി, ഗുണയിലെ റഘോഡയിൽ നിന്നുള്ള അനിമേഷ് ഭാർഗവ. ഈ 2 വ്യക്തികളെയാണ് വഖഫ് ബോർഡിൽ നിയമിച്ചിരിക്കുന്നത്. ഈ വഖഫ് ബോർഡിൽ ഇപ്പോൾ ഇവരെ ഈ മനോജ് മാൽപാനിയും അനിമേഷ് ഭാർഗവയും നിയമിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതിക്ക് അനുസൃതമായിട്ടാണ്. ആ നിയമനങ്ങൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റെടുത്ത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അത്തരത്തിലൊരു നിയമനങ്ങളുണ്ട്. 2 അമുസ്ലിങ്ങളായിട്ടുള്ള ബോർഡ് അംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ വഖഫ് ബോർഡിന് ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് സാധുതയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വഖഫ് ബോർഡിന് ഇപ്പോൾ നിയമസാധുത ഇല്ല എന്ന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടി വന്നത് ആണ് ഞാൻ ആദ്യം പറഞ്ഞ ദൗർഭാഗ്യകരമായൊരു സാഹചര്യം. കാരണം ഈ വഖഫ് ബോർഡെന്ന ഒരു പ്രസ്ഥാനം തന്നെ രാജ്യത്ത് അനാവശ്യമാണ് എന്ന് മാത്രമല്ല, ഒരു അനധികൃതവും ഒരു രാജ്യത്തിൻ്റെ എല്ലാ വ്യവസ്ഥിതികൾക്കും എതിരായിട്ടുള്ളൊരു പ്രസ്ഥാനമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ വാദിക്കുന്നവർക്ക് ചോദിക്കാം, ജനാധിപത്യ നിയമമനുസരിച്ച് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പിന്തുടരുവാനും അതിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന്. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു കാലത്തും ഭരണഘടനയ്ക്കോ നിയമത്തിനോ മുകളിലല്ല. തന്നെയുമല്ല, എൻ്റെ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു തരത്തിലും എന്നെ പൊതുമണ്ഡലത്തിൽ മറ്റൊരു പൗരനിൽ നിന്ന്, എനിക്കൊപ്പം അവകാശങ്ങളുള്ള മറ്റൊരു പൗരനിൽ നിന്ന് വ്യത്യസ്തമാക്കുവാൻ പാടില്ല. ഏകീകൃത സിവിൽ കോഡിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ പൊതുമണ്ഡലത്തിൽ ഒരു നിയമം എനിക്കും ഒരു നിയമം മറ്റൊരാൾക്കും എന്നുള്ള ഒരു പ്രക്രിയ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്നതെന്നാണ്. ചിന്തിച്ചു നോക്കുക, എനിക്ക് 4 നിക്കാഹ് കഴിക്കാം. മറ്റൊരാൾക്ക് അത്തരത്തിലൊരു നിക്കാഹ് കഴിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. ക്രിമിനൽ കുറ്റമാണോ അല്ലയോ എന്നുള്ളത് സുപ്രീം കോടതി മാറി മാറി തീരുമാനിച്ചു കൊണ്ടിരിക്കും. എന്നാലും കുറ്റകരം തന്നെയാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സിവിൽ ഒഫൻസ് ആകാം, അല്ലെങ്കിൽ പെറ്റി ഒഫൻസ് ആകാം. എന്തായാലും നിയമവിരുദ്ധമാണത്. അത്തരത്തിലുള്ളൊരു പ്രക്രിയ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ ക്രിമിനൽ കുറ്റത്തിൽ പോലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളതാണ് വെപ്പ്.